നമസ്കാരം എല്ലാവർക്കും. നമ്മളിപ്പോൾ ഉള്ളത് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ഉക്കടം മാർക്കറ്റിൻ്റെ അടുത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ഉക്കടം ബസ് സ്റ്റാൻഡിൻ്റെ നേരെ മുമ്പിലാണ്. ഇതാണ് ബസ് സ്റ്റാൻഡിൻ്റെ എൻട്രൻസ്. ഉക്കടത്തെ ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. ഒരു വീഡിയോ അല്ല, 3 വീഡിയോസ് ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഉക്കടം മാർക്കറ്റിലേക്ക് നമുക്ക് എങ്ങനെ പോകാം എന്നുള്ളതാണ്. നിങ്ങൾ നാട്ടിൽ നിന്ന് വരികയാണെങ്കിൽ, നിങ്ങൾ നാട്ടിൽ നിന്ന് ബസ്സിന് വരികയാണെങ്കിൽ ഇതാ ഉക്കടം മാർക്കറ്റ് കഴിഞ്ഞിട്ടാണ് ഗാന്ധിപുരം ബസ് സ്റ്റാൻഡ്. അപ്പം ഉക്കടത്ത് നിങ്ങൾ ആദ്യം ഉക്കടം സ്റ്റോപ്പിൽ നിങ്ങൾ ബസ് ഇറങ്ങുക. അതിനുശേഷം ഇതാ ഈ റൂട്ടിൽ നേരെ പോകുന്നു. ഇത് എൻട്രൻസ് ആണ്. ഇവിടുന്ന് നേരെ പോകുന്ന വഴി ലെഫ്റ്റ് സൈഡിലേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഞാനത് ക്യാമറയിൽ കാണിച്ചു തരാം. ലെഫ്റ്റ് സൈഡിലേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉക്കടം മാർക്കറ്റിലേക്കുള്ള മെയിൻ ഗേറ്റ് ആണ്. 2 എൻട്രൻസ് ഉണ്ട്. 2 എൻട്രൻസും ഞാൻ കാണിച്ചു തരാം. നമുക്ക് നേരെ ഇപ്പം നമ്മൾ ഫസ്റ്റ് എൻട്രൻസിൻ്റെ ആ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ വീഡിയോ ചെയ്തത് 4 മാസം മുന്നെയാണ് ഉക്കടത്തെ വീഡിയോ. അപ്പോൾ ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഉക്കടത്തേക്ക് പോവുക, അതുപോലെ തന്നെ ഒരുപാട് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവർക്കൊരു ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ എന്തോ ഒരു ബ്രിഡ്ജിൻ്റെ പണി നടക്കുന്നുണ്ട്, കണ്ടില്ലേ? എന്തോ ഒരു വർക്കാണ്. ഇത് ആ സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴിയാണ്, കണ്ടോ? ഇതാ ബ്രിഡ്ജ്. ഇത് നേരെ അങ്ങ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ബോർഡ് കാണാൻ പറ്റും. കുറച്ച് മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ ഇവിടെ കുറേ താർപ്പായിൻ്റെ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിലിൻ്റെ കടകളൊക്കെ കാണാൻ പറ്റും. കുറച്ച് നേരെ മുന്നോട്ട് അങ്ങ് പോയി കഴിഞ്ഞാൽ ലെഫ്റ്റ് കട്ട് ചെയ്താലാണ് ഉക്കടം പോളി മാർക്കറ്റ്. പുതുതായിട്ട് വീഡിയോ കാണുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ്. ഉക്കടം പോളി മാർക്കറ്റിൽ എന്താ പറയുക, നമുക്ക് വണ്ടിൻ്റെ സ്പെയർ പാർട്സ്, അതുപോലെ തന്നെ പവർ ടൂൾസുകളൊക്കെ അത്യാവശ്യം റേറ്റ് കുറവിൽ കിട്ടുന്ന ഒരു മാർക്കറ്റാണ്. നിങ്ങൾ നാട്ടിൽ നിന്നൊക്കെ വരികയാണെങ്കിൽ, ഞാൻ പറഞ്ഞ പോലെ ബസ്സിന് വരികയാണെങ്കിൽ ഉക്കടം സ്റ്റാൻഡിൽ ഇറങ്ങിയ പാട് തന്നെയാണ് ഈ ഒരു മാർക്കറ്റ്. ബസ് സ്റ്റാൻഡ്, ഉക്കടം ബസ് സ്റ്റാൻഡിന് നേരെ എതിർവശത്ത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ. അതുപോലെ തന്നെ നിങ്ങൾ ട്രെയിനിനാണ് വരുന്നതെങ്കിൽ, ഭയങ്കര നോയ്സ് ഉണ്ട്, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടാവും വിചാരിക്കുന്നു. നിങ്ങൾ ട്രെയിനാണ് വരുന്നതെങ്കിൽ, സോറി, നമ്മളെ ഒരു 4 സബ്സ്ക്രൈബേഴ്സ് അല്ല, നമ്മളെ പാലക്കാടുള്ള 4 ചങ്സുകൾ ഇപ്പോൾ ഓരോട് ലോഗ്യം പറഞ്ഞ് വീഡിയോ എടുക്കുക വെച്ച് സ്റ്റോപ്പ് ആയതാണ്. അപ്പോൾ നമ്മളെവിടെയാണ് പറഞ്ഞത്, നിങ്ങൾ ട്രെയിനിന് വരികയാണെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി ഉക്കടത്തേക്ക് ബസ് കയറിയാൽ മതി. സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞായറാഴ്ച ലീവാണ്. ഞായറാഴ്ച ഇവിടെ ലീവാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മുന്നേ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് എൻട്രൻസ് കണ്ടല്ലോ, ഈ സ്റ്റാൻഡിൻ്റെ ആ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡ്, ഞാൻ ബ്രിഡ്ജ് കാണിച്ചില്ല, അതിൻ്റെ അടിയിൽ കൂടെ അങ്ങ് പോയി കഴിഞ്ഞാൽ വീണ്ടും ലെഫ്റ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് ഉക്കടത്തെ ഫസ്റ്റ് എൻട്രൻസ്. ഇനി നമുക്ക് സെക്കൻഡ് എൻട്രൻസിലേക്ക് പോകാം. അത് ഇവിടുന്ന് നേരെ ഈ ഭാഗത്തോട്ട്, കണ്ടില്ലേ, ഈ ഭാഗത്തോട്ട് പോകാം. ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓർഫനേജ് ഉണ്ട്. അതിൻ്റെ സൈഡിൽ കൂടെ അങ്ങ് നടന്നു പോയാൽ മതി. ഇവിടെ ഒരുപാട് ആർപ്പായിൻ്റെ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിലുള്ള ഡീലർമാരുണ്ട്. ഞാൻ അവരുടെ വീഡിയോ കൂടി ചെയ്യും, അതുകൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരും. അപ്പോൾ നിങ്ങളൊരു എന്താ പറയുക, ഒരു വാടക സ്റ്റോറൊക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ വീട്ടിലേക്കും എടുക്കണമെന്നുണ്ടെങ്കിലും ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ റേറ്റ് കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരമാകുമല്ലോ. പിന്നെ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ വണ്ടി എടുത്താണ് വരുന്നതെങ്കിൽ എന്താ പറയുക, ഇവിടെ ജസ്റ്റ് മാർക്കറ്റ് കാണണം, ഒന്ന് ജോലി അടിച്ച് വരാമെന്നുള്ള ഉദ്ദേശമുള്ള ആളുകൾക്ക് വണ്ടിയൊക്കെ എടുത്ത് വരാം. അല്ലാതെ സാധനം വില കുറച്ചെടുക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ വരുന്ന ആളുകളോടാണ് എനിക്ക് പറയാനുള്ളത്, മാക്സിമം നിങ്ങൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യുക. ട്രെയിനോ ബസ്സോ യൂസ് ചെയ്യുക. ട്രെയിനാണ് ഏറ്റവും ബെറ്റർ. ചെറിയ ചിലവിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് തിരിച്ചു പോകാം. അല്ലെങ്കിൽ വലിയ എക്സ്പെൻസ് ആയിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് 100 രൂപ ലാഭത്തിനായിരിക്കും നിങ്ങളിവിടെ വന്നെടുക്കുന്നത്. ചിലപ്പം 1000 രൂപ എക്സ്പെൻസ് ഉണ്ടാവും. അപ്പോൾ നമുക്കിനി കുറച്ചുകൂടി മുന്നോട്ട് പോകണം. ഈ ഷോപ്പിൽ ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യാം, ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. SS താർപോളിൻ, ഇവരുടെ പ്രൈസ് റേഞ്ചും കാര്യങ്ങളൊക്കെ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞുതരാം. യൂട്യൂബ്. അപ്പം ഇതാണ് നമ്മളുടെ മൗലാന മുഹമ്മദ് അലി മാർക്കറ്റിൻ്റെ സെക്കൻഡ് എൻട്രൻസ്. ഇത് ശരിക്കും ഒരുപാട് ആളുകൾക്കൊന്നും അറിയില്ല. നമ്മളൊരു 5 മാസം മുന്നെയാണ് ഇവിടുത്തെ വ്ളോഗ് ചെയ്തത്. അതിനുശേഷം കൂടുതൽ യൂട്യൂബേഴ്സും ആ ഒരു ഏരിയ മാത്രമാണ് കാണിച്ചത്. ഞാൻ കണ്ടിട്ടില്ല, ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല. അപ്പോൾ ഈ ഒരു എൻട്രൻസിലൂടെ കയറി കഴിഞ്ഞാൽ ഇവിടെയും ഒരുപാട് ടൂൾസിൻ്റെയും സ്പെയർ പാർട്സിൻ്റെ ഒക്കെ കടകളുണ്ട്.
അപ്പോൾ നിങ്ങൾക്ക് ഇവിടേക്ക് വരുന്ന വഴി ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം. ഇതിൻ്റെ ഇൻറ്റേർണൽ മൈക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നില്ല, എക്സ്ട്രാ ബ്ലൂടൂത്ത് മൈക്കൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. സൗണ്ട് എങ്ങനെ ഉണ്ടെന്നുള്ള അറിയില്ല. അപ്പം നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ ഇവിടെ ഉള്ളൊരു പവർ ടൂൾസിൻ്റെ ഒരു ഡീലറെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരും. അവർ ഹോൾസെയിൽ ചെയ്യുന്നുണ്ട്, റീറ്റെയിലും ചെയ്യുന്നുണ്ട്. അപ്പോൾ പുതുതായിട്ട് പവർ ടൂൾസിൻ്റെ ഒക്കെ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എന്താ പറയുക, ഹോൾസെയിൽ അവരുടെ ഹോൾസെയിലിൻ്റെ പ്രൈസ്, പർച്ചേസിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ എങ്ങനെയൊക്കെയാണെന്നുള്ളത് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം. ഇനിയിപ്പോൾ റീറ്റെയിലായിട്ട് സാധനം എടുക്കണമെങ്കിൽ അത് അവർ വേറെ റേറ്റാണ്. ഒരിക്കലും ഹോൾസെയിൽ ചെയ്യുന്ന ആളുകൾ അതേ പ്രൈസ് തന്നെ റീറ്റെയിലും കൊടുക്കില്ലല്ലോ. അപ്പം DP പ്രൈസ് വേറെ, റീറ്റെയിൽ എടുക്കുന്ന പ്രൈസ് വേറെ. അപ്പം ആ ഒരു ഡീലറേയും കൂടി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കും. ഇതാണ് അക്വേഡ് പവർ ടൂൾസ്. ഇവരുടെ വീഡിയോ ഞാൻ 2 വീഡിയോ ചെയ്യാം. പ്രൊഡക്റ്റുകളൊക്കെ റീറ്റെയിലായിട്ട് എടുക്കണമെന്ന് ആഗ്രഹമുള്ള ആളുകൾക്കും, അതുപോലെ തന്നെ പുതുതായിട്ട് ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, ഹോൾസെയിൽ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കും 2 സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം. എന്തായാലും ശരി, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ നിന്ന് വീഡിയോ കാണുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോ തുടർന്നും ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ശരി, പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.